ജെപിയുടെ തണലിലോ ADGP എന്ന എൻകൗണ്ടർ പ്രൈം ചർച്ച തുടരുകയാണ്. ശ്രീ KC ഉമേഷ് ബാബു, അങ്ങ് പറയുകയുണ്ടായി ഈ ADGP DGPയെ കണ്ട കാര്യം എങ്ങനെയാണ് ഒരു ഇംഗ്ലീഷ് ദിനപത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എന്ന്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ ചുരുക്കിയത് ഒരു ചോദ്യമായി ചോദിക്കുകയാണ് അങ്ങയോട്. DGP കാണുന്നു, അതിനു മുൻപ് ADGPയുടെ ഉപാധികളാണ്. എന്നെ IG മൊഴിയെടുക്കാൻ പറ്റില്ല, എന്നെ DGP തന്നെ മൊഴിയെടുക്കണം. അടുത്തത്, ഇനി എനിക്ക് ഒരു ചോദ്യാവലി ഇങ്ങ് തന്നാൽ മതി, ഞാൻ വിശദമായി അതിന് മറുപടി നൽകും. പിന്നെ വീഡിയോ റെക്കോർഡിംഗ് നിർബന്ധമായിരിക്കണം. ഇനി എനിക്ക് ചില പരാതികളുണ്ട് അൻവറുമായി ബന്ധപ്പെട്ട്, അതിൽ അൻവറിനെ പറ്റി ഞാൻ തരുന്ന തെളിവുകൾ പരിശോധിക്കുക, എന്നിട്ട് അവർക്കെതിരെ കേസെടുക്കുക. അതിന് DGPയെ ചുമതലപ്പെടുത്തുന്ന മട്ടിലായിരുന്നു ADGPയുടെ ആ വിഷയത്തിലെ സമീപനം. ഇങ്ങനെ ഈ യൂണിഫോം ഇട്ട് അദ്ദേഹം പ്രവർത്തിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ പോയി അദ്ദേഹത്തിൻ്റെ ഈ DGPയുടെ മുൻപാകെ പോയി ഒരു മൊഴി കൊടുക്കൽ പ്രഹസനം നടന്നത് ഏത് രൂപത്തിൽ നീതീകരിക്കാൻ കഴിയും? ഇതിനെയാണോ വലിയ അന്വേഷണമായി ഈ പിണറായി വിജയൻ LDFൽ പോയിരുന്നു ഉദ്ഘോഷിച്ചത്? അല്ല, അതൊന്നും സാധ്യമല്ല. ഒരു അന്വേഷണം സാധ്യമല്ല. കാരണം എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇപ്പോ നേരത്തെ ഈ BJPയുടെ ചെറുപ്പക്കാരനായ പ്രതിനിധി വളരെ പ്രകോപിതനായപ്പോ എനിക്ക് അമ്പരം തോന്നി. കാരണം എന്തിനാണ് ഒരു ADGP ദത്താത്രേയ ഹോസ്പിറ്റലെ പോലെ RSSന്റെ സെക്കൻഡ് സർക്കാര്യവാഹക് ജനറൽ സെക്രട്ടറി എന്ന് പറയുന്ന ആധുനിക ഭാഷയിൽ പറഞ്ഞാലുള്ള ജനറൽ സെക്രട്ടറി, അദ്ദേഹം അതിശക്തനായിട്ടുള്ള ഇന്ത്യയിലെ രണ്ടാമനാണ്. എന്ന് മാത്രമല്ല, സാധാരണ ഇപ്പൊ മോഹൻ ഭാഗവതൊക്കെ കുറച്ചുകൂടി പ്രായം ചെന്ന ഒരാളായതുകൊണ്ട് മിക്കവാറും കാര്യങ്ങളൊക്കെ നാഗ്പൂരിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ദത്താത്രേയ ഹോസ്പിറ്റലെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് വേറെ ഡെപ്യൂട്ടികളുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ADGP എന്താണ് കണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ADGP അദ്ദേഹത്തെ കണ്ട ഒരു ആവശ്യമില്ല. അദ്ദേഹത്തിന് ഒരു ആവശ്യമില്ല. എനിക്ക് ഈ RSSനെ കുറിച്ച് നന്നായി പഠിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. എനിക്ക് പരിചയക്കാരുണ്ട്. ഈ ഈ RSSന്റെ സർക്കാര്യവാഹകന് ADGPയെ കൊണ്ട് ഒരു ആവശ്യമില്ല. അതേ സമയത്ത് ADGPക്ക് സർക്കാര്യവാഹകനെ കൊണ്ടൊന്നും ആവശ്യമുണ്ടോ? അയാൾക്കും ഒരു ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ അയാൾ എന്ത് ചെയ്യാനാണ്? അപ്പൊ അദ്ദേഹം അതിനാണ് പഴയ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം അതിനാണ് സന്ദേശം എന്ന് വെച്ചാല് പഴയ കവിത പഠിപ്പിക്കാൻ നമുക്കറിയാലോ, മേഘസന്ദേശം പഠിപ്പിക്കാതിരിക്കാനാവില്ല. അതാണ് മേഘസന്ദേശത്തിൽ മേഘമാണ് ദൂതൻ. അപ്പൊ ഇത് ദൂതനാണ്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാല് അത് യുവരാജൊക്കെ ഇതാണ് ലോജിക്കിനെ കുറിച്ചൊക്കെ യുവരാജ് പറയുന്നുണ്ട്. ലോജിക്ക് വളരെ കൃത്യമല്ലേ ഗോകുലെ? കാരണം ആദ്യം ദത്താത്രേയ ഹോസ്ബോളയെ കാണുന്നു. അദ്ദേഹം കണ്ടപ്പോ ദത്താത്രേയ ഹോസ്ബോളയുടെ ഒരു നിലവാരം വെച്ച് അദ്ദേഹം അത്രയും വലിയൊരു നേതാവായതുകൊണ്ട് അദ്ദേഹം ഇവര് രാഷ്ട്രീയത്തിൽ ഇടപെടാറേ ഇല്ല ഡയറക്റ്റ് ആയിട്ട്. എനിക്കറിയാലോ, ഈ RSSന്റെ ഈ പറയുന്ന ഏറ്റവും ഉയർന്നിട്ടുള്ള ആളുകൾ രാഷ്ട്രീയത്തെ നേരിട്ട് ഇടപെടാറില്ല. പക്ഷേ അവർക്ക് ട്രബിൾ ഷൂട്ടേഴ്സ് ഉണ്ട്. അതിലൊരാളുടെ പേരാണ് രാം മാധവ്. വളരെ വലിയ ആളാണ്. രാം മാധവ് എന്ന് പറയുന്നത് RSS ഈ രാഷ്ട്രീയത്തിൽ ഇടപെടാൻ നിയോഗിച്ചിരിക്കുന്ന വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മാനിപ്പുലേറ്ററാണ്. മാത്രമല്ല, ഈ 2014 കശ്മീരിന്റെ ചുമതല കിട്ടുമ്പോൾ അവിടെ PDP BJP എന്ന് വെച്ചാൽ അസംഭവ്യം എന്ന് കരുതിയ ഒരു സർക്കാർ ഉണ്ടാക്കിയ ബുദ്ധി കേന്ദ്രം ഇപ്പൊ വീണ്ടും ആ ചുമതലയാണ് അദ്ദേഹത്തിന്. അദ്ദേഹം അസാധാരണനായിട്ടുള്ള, അദ്ദേഹത്തിന്റെ പ്രായമൊക്കെ പരിഗണിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം അസാധാരണനായിട്ടുള്ള ഒരു മാനിപ്പുലേറ്ററാണ്. അസാധാരണനായിട്ടുള്ള. കാരണം അദ്ദേഹത്തെ കുറിച്ചൊക്കെ എനിക്ക് വളരെ ഫസ്റ്റ് ഹാൻഡ് ധാരണകൾ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോ ദത്താത്രേയ ഹോസ്പിറ്റലെ കണ്ടിട്ട് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഈ സംഘം പോയിട്ട് കാണുന്നത് ആരെയാണ്? ശ്രീ രാം മാധവനെ. രാം മാധവ് തിരുവനന്തപുരത്ത് വന്നിരിക്കുന്നു. അപ്പൊ രാം മാധവ് തിരുവനന്തപുരത്ത് വന്നത് യാദൃശ്ചികമാണ് എന്നെങ്കിൽ അങ്ങനെ പറയാൻ കഴിയണം. അവർ പറയില്ല. കാരണം വെച്ചാൽ രാം മാധവനെ പോലുള്ള ആളുകൾ അല്ലെങ്കിൽ ഈ ആളുകളൊന്നും ഇത് പറയില്ല. അപ്പോ തീർച്ചയായിട്ടും ഒരു സന്ദേശവാഹകന്റെ റോളാണ് ഇക്കാര്യത്തിലൊക്കെ. കാരണം പിണറായിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. അതാണ് നമ്മുടെ BJP സുഹൃത്തുക്കൾ എങ്ങനെ എടുത്തു കഴിഞ്ഞാലും RSS എനിക്ക് അറിയാവുന്നിടത്തോളം ഈ പറയുന്ന താന്ത്രിക പദ്ധതി ലീനിയർ നറേറ്റീവിൽ പ്രവർത്തിക്കുന്ന, ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് ആളോട് പറയുന്നതാണ്, ലീനിയർ നറേറ്റീവിൽ പ്രവർത്തിക്കുന്ന ഒരു ആധുനിക രാഷ്ട്രീയ സംഘടനയല്ല. അത് താന്ത്രിക പദ്ധതി അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ സംഘടനയാണ്. അതിന്റെ തന്ത്രങ്ങളെ വേറിട്ടതാണ്. നേർക്ക് നേരെയുള്ള രീതികൾ അവർക്കില്ല. അവർ ചുറ്റും ഒരു വൃത്തം വരയ്ക്കുക ചെയ്യുക. ശ്രീ KC ഉമേഷ് ബാബു, ഇവിടിപ്പോ ഈ മോഹൻ ഭാഗവതിന് ഇപ്പോ പ്രധാനമന്ത്രിക്ക് തുല്യമായ സെക്യൂരിറ്റിയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിലൊരു അധികാരത്തിന്റെ സ്വഭാവമുണ്ട്. ഏത് രൂപത്തിലാണ് ഈ സർക്കാർ മോഹൻ ഭാഗവതിനെ കാണുന്നത് എന്ന്, മോഹൻ ഭാഗവത് എന്താണ് എന്ന്, അല്ലേ? അതൊരു സന്ദേശമാണ്. ഇനി കൂടാതെ ഈ പറയുന്ന IAS-കാർ IPS-കാർ ഇവരൊക്കെ ഈ അഖിലേന്ത്യാ സർവീസിൽ വരുന്നവരാണ്. അപ്പോൾ അതെല്ലാം മോദി എന്ന് പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ കാൽച്ചുവട്ടിലാണ്. ഇവിടെ ഗോവ ഗവർണർ പറയുന്നു, സുരേഷ് ഗോപി പറയുന്നു, ഇതെല്ലാം ആരുടെ മനസ്സാണ് ഇവർ വായിച്ചിപ്പോൾ ഈ പറയുന്നത്? അപ്പോൾ
ഈ DGP-യെ കൊണ്ടിനി ഈ പറയുന്ന നീതിപൂർവ്വം ഒരു അന്വേഷണം നടത്താൻ കഴിയുമോ? കാരണം DGP-ക്കും ഉണ്ടാകും പല ആഗ്രഹങ്ങൾ. ഇപ്പൊ തന്നെ ഒരു പ്രധാനപ്പെട്ട പത്രം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്, പേര് തന്നെ പറയാം, മനോരമ റിപ്പോർട്ട് ചെയ്തത്, ഈ കൂടിക്കാഴ്ച വിവാദത്തിൽ റിപ്പോർട്ട് ചെയ്തപ്പോൾ പറഞ്ഞൊരു കാര്യം, ഈ ദത്താത്രേയ അജിത് കുമാർ കൂടിക്കാഴ്ച നടക്കുമ്പോൾ ആ ക്യാമ്പിന്റെ മറ്റ് ഏകോപന ചുമതലകൾ ഉണ്ടായിരുന്നത് ഒരു റിട്ടയർഡ് SP-ക്കാണ് എന്നാണ്. ഇപ്പോൾ അൻവർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി, മറ്റൊരു ഉദ്യോഗസ്ഥൻ സർവീസിൽ നിന്ന് പോയിട്ട് BJP-യുടെ ബൂത്ത് ഏജന്റായി BJP-യുടെ തന്നെ പതാക ദേഹം മുഴുവൻ ചുറ്റിയാണ് ഇരുന്നത് എന്ന്. അപ്പോൾ റിട്ടയർ ആയതിനു ശേഷമുള്ള താല്പര്യങ്ങൾ, റിട്ടയർമെന്റിന് മുമ്പുള്ള താല്പര്യങ്ങൾ, ഇതൊക്കെ കണ്ണു ചേർന്ന് കിടക്കുകയല്ലേ? ഈ RSSന്റെ ഒരു പ്രവർത്തന രീതിയാണ് ഞാൻ പറഞ്ഞത്. അവര് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചുറ്റും ഒരു വൃത്തം വരയ്ക്കുക ചെയ്യാം. വൃത്തത്തിന്റെ ഒരു സൗകര്യം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ലീനിയർ നെറേറ്റീവ് പോലെയല്ല. കോൺഗ്രസ്സുകാരോ അല്ലെങ്കിൽ CPM-കാരോ ചെയ്യുന്ന പോലെ ലീനിയർ നെറേറ്റീവ് അല്ല, നേർക്ക് നേരെയല്ല വരിക, ഒരു വൃത്തത്തിനകത്തേക്കാ വരിക. ഞാൻ എഴുതി തരാം, 2016 ശേഷം പിണറായി വിജയൻ ഈ സംഘപരിവാരം RSS ഭരിച്ചിട്ടുള്ള ഈ വൃത്തത്തിന്റെ നടുവിലാണ് നിൽക്കുന്നത്. ശരി ഈ പറയുന്ന സുമേഷ് ബാബു എന്നോടൊന്ന് സഹകരിക്കണം.